മലയാളികളിൽ മതവിശ്വാസം കുറയുകയും പാശ്ചാത്യ രീതിയിലുള്ള അധാർമികമായ ജീവിതശൈലി വർദ്ധിച്ചു വരികയും ചെയ്യുന്നതായി നിരീക്ഷണങ്ങളും പഠനങ്ങളും കാണിക്കുന്നു. ധാരാളമായി മലയാളികൾ യൂറോപ്പിലും അമേരിക്കയിലും ജോലി ചെയ്യുന്നതുകൊണ്ട് അവിടെയുള്ള ജീവിതശൈലി പകർത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. പണ്ടുകാലത്ത് കള്ളു കുടിക്കുന്നവൻ മോശക്കാരനാണെങ്കിൽ ഇപ്പോൾ കള്ളു കുടിക്കാത്തവർക്ക് സ്റ്റാറ്റസ് ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം സംസാരിക്കുന്നത് പോലും കരുതലോടെയായിരുന്ന ഒരു കാലം ഇവിടെയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലും എറണാകുളം മറൈൻ ഡ്രൈവിലും പോയാൽ തോളിൽ കൈയിട്ട് സല്ലപിക്കുന്ന കോളേജ് കുമാരന്മാരെയും കോളേജ് കുമാരിമാരെയും സുലഭമായി കാണാൻ പറ്റും. അവരെ ചൂലെടുത്തോടിക്കാൻ പോലും കേരളത്തിലെ വീട്ടമ്മമാർ മുന്നോട്ട് വരേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ബിസിനസ്സുകാർക്കിടയിൽ മദ്യപാനമില്ലാതെ ബിസിനസ് ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ പറ്റുകയില്ല എന്ന ഒരു ഉത്തമ ബോധ്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും അമിതമായ മദ്യപാനവും സ്ത്രീ സമ്പർക്കവും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മലയാളികൾ ഇപ്പോൾ മതമേലധ്യക്ഷന്മാർ പറയുന്നത് ചെവിക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. കേരളത്തിൽ സാധാരണക്കാർക്കിടയിൽ മദ്യപാനശീലം വർദ്ധിപ്പിക്കുവാൻ ഗവൺമെന്റ് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നുണ്ട്. മറ്റു വരുമാനങ്ങളില്ലാത്തതുകൊണ്ട് കൂടുതൽ ആളുകളെ കുടിപ്പിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന നികുതി കൊണ്ട് ഗവൺമെന്റ് ചെലവുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക പോളിസി. അന്താരാഷ്ട്ര തലങ്ങളിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളും മദ്യപാനവും വ്യഭിചാരവും മാന്യതയുള്ള കാര്യങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട്. 57 ഇസ്ലാമിക രാജ്യങ്ങളിൽ 48 രാജ്യങ്ങളിലും മദ്യപാനം അനുവദിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലെയുള്ള ആധുനിക മുസ്ലിം രാജ്യങ്ങൾ ബിസിനസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കള്ളു കുടിച്ച് കൂത്താടുവാനുള്ള ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് മദ്യനിരോധനം നിലവിലുള്ളത്. ഗുജറാത്തിലും ബീഹാറിലും മിസോറാമിലും നാഗാലാൻഡിലും മാത്രമേ മദ്യം നിരോധിച്ചിട്ടുള്ളൂ. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മദ്യം പുഴ പോലെ ഒഴുകുകയാണ്. ഇപ്പോൾ കേരളത്തിലെ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ പെൺമക്കൾക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടാകുന്നത് ഒരു ഭീഷണിയായി അനുഭവപ്പെടുന്നില്ല. അവർ കൂടുതൽ ഭയപ്പെടുന്നത് LGBT പോലെയുള്ള ആധുനികമായ ജീവിതശൈലികൾ കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ്. LGBT സംസ്കാരം ഒളിച്ചു വെക്കേണ്ട ഒന്നല്ലെന്നും അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടതെന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗേ പരേഡുകൾ നടത്തി ആ സംസ്കാരം ആഘോഷിക്കാറുണ്ട്. അമേരിക്കയിൽ 1.5 കോടി LGBT-ക്കാരും ഇംഗ്ലണ്ടിൽ 66 ലക്ഷം LGBT-ക്കാരുമുണ്ട്. ജർമ്മനിയിൽ 33 ലക്ഷവും ഫ്രാൻസിൽ 26 ലക്ഷവും LGBT-ക്കാരുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിൽ സെയിം സെക്സ് മാരേജ് നിയമവിരുദ്ധമാണെങ്കിലും തായ്വാനിലും ഇസ്രായേലിലും ഇതിന് അനുവാദമുണ്ട്. യൂറോപ്പിൽ 44 രാജ്യങ്ങളിൽ 15 രാജ്യങ്ങളിലും സെയിം സെക്സ് മാരേജ് അനുവദിച്ചിട്ടുണ്ട്. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്ക്, നെതർലൻഡ്സ്, ഫിൻലൻഡ്, സ്വീഡൻ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളാണ് സെയിം സെക്സ് മാരേജ് അനുവദിച്ചിട്ടുള്ളത്. അതിനു പുറമെ അർജന്റീനയും ബ്രസീലും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും അമേരിക്കയും കാനഡയും സെയിം സെക്സ് മാരേജ് അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ LGBT ബന്ധങ്ങൾ അനുവദനീയമാണെങ്കിലും സെയിം സെക്സ് മാരേജിന് ഇതുവരെ അനുവാദം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയം. ചില രാജ്യങ്ങളിൽ LGBT ബന്ധങ്ങൾ വധശിക്ഷയ്ക്ക് വിധേയമാക്കാവുന്ന കുറ്റങ്ങളാണ്. അഫ്ഗാനിസ്ഥാൻ, ബ്രൂണൈ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സുഡാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് LGBT-ക്ക് വധശിക്ഷ നൽകുന്നത്. എങ്കിലും ഇറാനിൽ മാത്രമാണ് ഇത് നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ LGBT പരേഡ് നടന്നത് 9 വർഷം മുമ്പ് ചെന്നൈയിലാണ്. അതിനുശേഷം ഭോപ്പാലിലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും ക്വീർ പരേഡുകൾ നടക്കുകയുണ്ടായി. മാതൃഭൂമി ദിനപത്രം നടത്തിയ ഒരു സർവേയിൽ 74% മലയാളികൾ സെയിം സെക്സ് മാരേജ് അനുവദിക്കാം എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. 25% മലയാളികൾ മാത്രമേ LGBT ബന്ധങ്ങൾ നിരോധിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളൂ. മലയാളിയുടെ കാഴ്ചപ്പാടുകൾ മാറി വരുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മാതൃഭൂമി സർവേയുടെ ഫലം.